പാലക്കാട് കൂറ്റനാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയുടെ പുതിയ കെട്ടിടത്തിന് സൗജന്യമായി പെയിന്റ് അടിച്ചു നൽകി തൊഴിലാളികൾ. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടമാണ് 100ഓളം തൊഴിലാളികളുടെ ശ്രമദാനത്തിലൂടെ മനോഹരമായി മാറ്റിയത്. കൂറ്റനാട് ചാലിശ്ശേരിയിലാണ് ഭിന്നശേഷിക്കാർക്ക് തണലായി പ്രവർത്തിക്കാൻ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കെട്ടിടത്തിനാണ് പെയിന്റിംഗ് തൊഴിലാളികൾ സൗജന്യമായി പെയിന്റ് അടിച്ചു നൽകിയത്. ഒരു ദിവസത്തെ വേതനം നൽകുന്നതിന്റെ ഭാഗമായാണ് ശ്രമദാനം. ചാലിശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും 100ഓളം തൊഴിലാളികളാണ് ഈ ശ്രമദാനത്തിൽ പങ്കാളികളായത്. ഞങ്ങളിന്ന് 100ഓളം വരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ സഹയാത്രയുടെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിച്ചെറുക്കും. ഒരു പുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾ കരുതിയതിലും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാവുകയും ഞങ്ങളിതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആന്തരികം. കാരണം ഞങ്ങൾക്ക് വലിയൊരു തുക ഞങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ അധ്വാനമായിരുന്നു. ആ അധ്വാനം കൃത്യമായിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാവരും കൂടിയിട്ട് നൽകി ഞങ്ങളത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളിപ്പോൾ സന്തോഷിക്കുന്നു. കണക്കിന് പെയിന്റിംഗ് തൊഴിലാളികൾ ഇന്ന് കാലത്ത് 6 മണിക്ക് പെയിന്റിംഗ് തുടങ്ങുകയും ഇതാ ഇപ്പോൾ 9 മണിയായി. 9 മണിക്ക് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. സൗജന്യ ഫിസിയോതെറാപ്പി, സെറിബ്രൽ പാൾസി, ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് ഫിസിയോ സ്പീച്ച് തെറാപ്പി, ഭിന്നശേഷി ഡേ കെയർ, വിവിധ തൊഴിൽ പരിശീലനം, കലാപരിശീലനം എന്നിവയെല്ലാം സഹയാത്ര സൗജന്യമായി നൽകി വരുന്നുണ്ട്. പുതിയ കെട്ടിടം വരുന്നതോടെ ഒരേ സമയം 30 പേർക്ക് സൗജന്യ ചികിത്സ നൽകാനാവുമെന്നാണ് കൂട്ടായ്മ ഭാരവാഹികളും കരുതുന്നത്. 80-ൽ പരം ഭിന്നശേഷിക്കാരുടെ കുടുംബങ്ങൾക്ക് ഇന്ന് സഹയാത്ര തണലേകുന്നു. കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജനകീയ കൂട്ടായ്മയിൽ നടക്കുന്നുവെന്നറിഞ്ഞ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തൊഴിലാളികളെ അഭിനന്ദിച്ചു. ന്യൂസ് മലയാളം, പാലക്കാട്.